ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ്. ആ റിവിഷൻ ചെയ്തത് പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. കാരണം 4 ചാപ്റ്റർ ഒന്നിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും നല്ല ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാവാം. എന്തായാലും ഞാൻ ഒരുവിധം ആവറേജ് പഠിക്കുന്ന ആളുകൾക്ക് പുസ്തകം ശരിക്കും അറിയാവുന്നവർക്ക് അത് ഏതൊക്കെ പോർഷൻ തിരിച്ചറിയാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ആ വീഡിയോ കണ്ടിട്ട് ആ ചെയ്യുന്ന വിധം എല്ലാം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ആണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത്. അല്ലാതെ അത് മനസ്സിലായില്ല എന്ന് വെച്ച് നിങ്ങൾ നിരാശപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾ പോകുന്ന സമയം വരെ എങ്ങനെയും ഞാൻ എല്ലാ കാര്യവും മാറ്റിവെച്ച് ഓരോരോ വീഡിയോയിലിടുവാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഉറപ്പായിട്ടും വരുന്നുള്ള പാർട്ടിൽ നിന്ന് മാത്രമാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ സമയമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 100 ഗ്രാം ഓക്സിജനും 160 ഗ്രാം വാട്ടറും ആയിരുന്നു. H2O 100 ഗ്രാം ഓക്സിജനും 160 ഗ്രാം H2O ടേക്കൺ. അങ്ങനെയാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത്. അതായത് ഞാനൊന്ന് തിരിച്ച് 160 ഗ്രാം ആക്കിയിട്ടുണ്ട്. ഒന്ന് വെട്ടിക്കുറയ്ക്കാൻ എളുപ്പത്തിനാണ്, കാരണം സമയമില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത് നമുക്കറിയാം. എന്താണ്? ഓക്സിജനും ഹൈഡ്രജനും പ്രവർത്തിച്ച് 2H2 ഉണ്ടായപ്പോൾ എന്തായിരുന്നു ചോദ്യം? 12 ഗ്രാം ഹൈഡ്രജന് എത്ര ഓക്സിജൻ വേണം എന്നുള്ളതായിരുന്നു അല്ലേ? അപ്പോ അത് മനക്കണക്കിലൊക്കെ ചെയ്യാൻ പറ്റും ചിലതേ, പക്ഷെ എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ചെറിയ സംഖ്യയുടെ മനക്കണക്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡബിൾ ഒക്കെ തന്നെ പറഞ്ഞാൽ അത് ഡബിൾ ആവും. അങ്ങനെ ഊഹിച്ചാണ്. പക്ഷെ ഡബിൾ ഒന്നും അല്ലാണ്ട് 3.1 ടൈംസ് ഒക്കെ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും സ്റ്റെപ്പ് ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലോണ്ട് ചെയ്യാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലോണ്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല അതിന്. പക്ഷെ വലുത് മനസ്സുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കരുത്. ഇനി നമുക്കപ്പോ ഇത് നോക്കാം. ഓക്സിജൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര മോളാണ്? 1 മോള്, ഇത് 2 മോള്. 1 മോള് 2 മോള് 2 മോള്. 1 മോൾ ഓക്സിജൻ എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. 2 മോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4 ഗ്രാം ആണ്. 2 മോൾ ജലം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു 36 ഗ്രാം ആണ്. ഇത് കണ്ടുപിടിച്ചാണ്, കഴിഞ്ഞ കണ്ടുപിടിച്ചാണ്. അത് ഞാൻ എഴുതിയെന്നുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു റിയാക്ഷനിലേക്ക് 160 ഗ്രാം ഓക്സിജനും 160 ഗ്രാം ഹൈഡ്രജനുമായിട്ട് ഞാൻ വരികയാണ്. എന്തോരം വാട്ടം ഉണ്ടാവും? നിങ്ങളൊരു കാര്യം നോക്കുക. 1 കിലോ തേങ്ങയ്ക്ക് 1 കിലോ തേങ്ങയ്ക്ക് അല്ലെങ്കിൽ 1 തേങ്ങയ്ക്ക് 1 കിലോ അരി മതിയെങ്കിൽ ഒരാൾ 2 കിലോ അരി ഒരു 10 തേങ്ങയായിട്ട് വരുവാ. നടക്കോ പായസം ഉണ്ടാക്കുക? 10 കിലോ അരിക്കുള്ള 1 കിലോ അരിക്കുള്ള തേങ്ങ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി തേങ്ങയുടെ ബാലൻസ് വരും. അതുപോലത്തെ ഒരു കണക്കാണത്. എന്താണ്? അത് കഴിഞ്ഞ പ്രാവശ്യം വന്നാണ്. അത് +1 ഫസ്റ്റ് ഇയറിലാണ്. അത് 10ലേക്ക് എടുത്തിട്ടാണ്. ശരിക്കും സിലബസിനെ യോജിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ 160 ഗ്രാം ഓക്സിജൻ 160 ഗ്രാം ഹൈഡ്രജനും ആയിട്ട് വന്നാൽ എത്ര ജലം ഉണ്ടാവുന്നു? ഇതിനകത്ത് ഏതോ ഒരെണ്ണം നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്, ഏതാണെന്ന് അറിയില്ല. അപ്പൊ അത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് ഇവിടെ? എന്താണ് ഇത് രണ്ടുമല്ലേ ചേരുന്നത്? 32 ഗ്രാം ഓക്സിജന് 4 ഗ്രാം ഹൈഡ്രജൻ മതി. ഈ റിയാക്ഷനിൽ 4 ഗ്രാം ഹൈഡ്രജൻ മതി. അതിന് പകരം നമ്മൾ എന്താ 160 ഗ്രാം ഓക്സിജൻ എടുത്തുകൊണ്ട് വരുവാണ്. അപ്പൊ എന്തോരം ഹൈഡ്രജൻ വേണമെന്ന് നമുക്ക് നോക്കാം. എന്തോരം ഹൈഡ്രജൻ വേണം നോക്കാം. 160 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, എനിക്കറിയാം. എത്ര ഹൈഡ്രജൻ ആവശ്യമുണ്ടെന്ന് നോക്കാം. അപ്പൊ എന്താണ് നമുക്ക് എങ്ങനെ ചെയ്യാം? 32 എക്സാ ഈക്വൽസ് 4 × 160. എക്സാ സമം 4 × 160/32 8. 20 ഗ്രാം ഹൈഡ്രജൻ മതി. വെറും 20 ഗ്രാം ഹൈഡ്രജൻ മതി. അതിന് 160 ഗ്രാം ഹൈഡ്രജൻ കൊണ്ടുവന്ന അതിന് മുഴുവൻ ജലം ഉണ്ടാക്കാനുള്ള ഓക്സിജൻ നമ്മുടെ കയ്യിലില്ല. അപ്പോ എന്താണ്? ഈ 20 ഗ്രാം ഹൈഡ്രജൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി വാട്ടർ ഉണ്ടാക്കണം. നമുക്ക് വാട്ടർ ഉണ്ടാക്കണം. ഈ വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ 160 ഗ്രാം ഹൈഡ്രജൻ കൊണ്ട് മൊത്തം വാട്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? വെറും 20 ഗ്രാം ഹൈഡ്രജൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 160 ഗ്രാം ഹൈഡ്രജന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 160 ഗ്രാം ഓക്സിജൻ നമുക്ക് ഉപയോഗിക്കാം. 160 ഗ്രാം ഓക്സിജൻ ഉപയോഗിച്ചാൽ എന്താണ്? വെറും 20 ഗ്രാം ഹൈഡ്രജൻ മതി. അത് ഉണ്ട് താനും. അപ്പൊ ഇങ്ങനെ ബാലൻസ് വരുന്ന എടുക്കരുത്. ഫുള്ളായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ഏതാണ്? 160 ഗ്രാം ഓക്സിജൻ ഫുള്ളായിട്ട് പ്രവർത്തിച്ചു പോയി. 20 ഗ്രാം ഹൈഡ്രജനാണ് പക്ഷെ പ്രവർത്തിച്ചുള്ളൂ. ബാക്കി പ്രവർത്തിക്കാതെ അവിടെ കിടക്കുക. ഫുള്ളായിട്ട് പ്രവർത്തിച്ച സാധനം എടുക്കാവുള്ളൂ. അപ്പൊ ഫുള്ളായിട്ട് പ്രവർത്തിച്ച എന്താണ്? ഫുള്ളായിട്ട് പ്രവർത്തിച്ച ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുക എന്തോരം വാട്ടർ ഉണ്ടാവുന്നില്ലേ? ഇവിടെ നോക്കുക. ഇവിടെ 32 ഗ്രാം ഓക്സിജൻ ആണുള്ളത്. അപ്പൊ നോക്കാം നമുക്ക് 32 ഗ്രാം ഓക്സിജന് ഇവിടെ എന്തോരം ജലമുണ്ടായി? 36 ഗ്രാം ജലമുണ്ടായി. 36 ഗ്രാം ജലമുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തോരം ഓക്സിജൻ ഉണ്ട്?
160 ഗ്രാം ഓക്സിജന് എത്ര ജലം ഉണ്ടാവും? 160 ഗ്രാം ഓക്സിജന് എത്ര ജലം ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പൊ 32 ഗ്രാം ഓക്സിജന് 36 ഗ്രാം ജലം, ശരിയല്ലേ? ഓക്സിജൻ 32 അല്ലേ? 32 ഗ്രാം ഓക്സിജന് 36 ഗ്രാം ജലം. ഇനി 160 ഗ്രാം ഓക്സിജന് നമ്മൾ ഹൈഡ്രജൻ നോക്കിയില്ല, കാരണം ഹൈഡ്രജൻ 160 ഗ്രാം എടുത്താൽ പ്രവർത്തിക്കാൻ പാകത്തിലുള്ള ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് ഓക്സിജൻ 160 ഗ്രാമും പ്രവർത്തിച്ചു തീരും. അപ്പൊ 160 ഗ്രാം ഓക്സിജന് എത്ര ഗ്രാം? അപ്പൊ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് 32 ഇൻറ്റു എക്സ് സമം 160 ഇൻറ്റു 36. അപ്പൊ എക്സ് സമം 160 ഇൻറ്റു 36/32. അപ്പൊ നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 32 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8 4 32. ഇവിടെ 4 16. അപ്പൊ 40 ഉണ്ട്. 8 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5. 5 36 കൊണ്ട് ഗുണിക്കാം. 5 6 30 ശിഷ്ടം 3 5 15 3 18. 150 ഗ്രാം ജലം ഉണ്ടാകും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും പല പല ഗ്രാം. ഇവിടെ ഈക്വൽ ഗ്രാം ആണ്. ചില കണക്കിൽ ഒരെണ്ണം 100 ഗ്രാം, ഒരെണ്ണം 500 ഗ്രാം അങ്ങനെ വരും. അപ്പൊ നോക്കണം, ആ രണ്ട് തന്നിരിക്കുന്നില്ല, ആ രണ്ട് തന്നിരിക്കുന്നത്, അതിനകത്ത് ആ രണ്ടും തന്നിരിക്കുന്നത് എത്രയാണ്? ഓക്സിജന് ഇത്ര ഗ്രാം ഓക്സിജന് എത്ര ഗ്രാം ഹൈഡ്രജൻ അവിടെ പ്രവർത്തിച്ചു. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓക്സിജന് എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം? അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ആ ഹൈഡ്രജൻ ബാലൻസ് വന്നാൽ, ഹൈഡ്രജൻ ബാലൻസ് വന്നാൽ പിന്നെ ഹൈഡ്രജൻ വെച്ച് ചെയ്യരുത്. ആ ഹൈഡ്രജൻ കുറവാണെങ്കിലോ ഇപ്പൊ 160 ഗ്രാം ഹൈഡ്രജൻ എടുത്തു, നമ്മൾ ചെയ്തു വരുമ്പോൾ 180 ഗ്രാം ഹൈഡ്രജൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? കുറവാണ്. അപ്പൊ ഹൈഡ്രജൻ എടുത്തിട്ട് ചെയ്യും. ശരിക്കും ഒന്ന് മനസ്സിലാക്കുക, ശരിക്കും ഒന്ന് നോക്കുക എന്താണ് ഇവിടെ ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ പായസത്തിന്റെയും തേങ്ങയുടെയും അരിയുടെയും കാര്യം എടുത്താൽ മതി. കാരണം 1 കിലോ തേങ്ങയ്ക്ക് 1 കിലോ അരിക്ക് 2 തേങ്ങ വേണമെങ്കിൽ 1 കിലോ അരിക്ക് 4 തേങ്ങയായിട്ട് ഒന്നും നടക്കുമോ? ആ തേങ്ങ എടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള കണക്കാണ്. ഒന്നും കൂടി ശരിക്കും മനസ്സിലാക്കുക, അത് മനസ്സിലാവും. നിങ്ങളൊന്നും കൂടി ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇതെല്ലാം ആദ്യം മോളാക്കുക, മോളിനെ പിന്നെ ഗ്രാം ആക്കുക. എന്നിട്ടോ ഇത്ര ഗ്രാം സാധനത്തിന് ഇത്ര ഗ്രാം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത്ര ഗ്രാം സാധനം തന്നാൽ എത്ര ഗ്രാം വേണം? കണ്ടോ, ഇവിടെയാണ് അതിന്റെ കുട്ടൻസ് കൂടെ ഇരിക്കുന്നത്. എന്നിട്ട് ചെയ്ത് നോക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.